ഹായ് ഹലോ. നമ്മുടെ പഴയ വാഹനങ്ങളിൽ മറ്റും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് ഈ സ്റ്റീരിയോയിൽ ബ്ലൂടൂത്ത് ഇല്ലാത്തത്. അതിന്ന് ഒരു പരിധിവരെ പരിഹരിച്ചിട്ടുണ്ട്. കാര്യം മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് ബ്ലൂടൂത്ത് ഡിവൈസുകൾ അവൈലബിൾ ആണ്. അതിലൊരു മോഡലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രോട്ടോണിക്സിൻ്റെ ഓട്ടോ 12 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ഓക്സ് ഇൻപുട്ടിൽ കൊടുത്ത് പ്ലേ ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് ഡിവൈസാണ്. 5 വോൾട്ട് ഇതിലൊരു USB കേബിളുണ്ട്. അതായത് ഈ ഡിവൈസ് പ്രവർത്തിക്കാൻ ആവശ്യമായ 5 വോൾട്ട് ഈ ഡിവൈസിൽ നിന്ന് വരുന്ന സ്റ്റീരിയോ ഔട്ട് ഇതിൻ്റെ ഓക്സ് ഇൻപുട്ടിൽ പോയി അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ പല ബ്രാൻഡിലും ഈ പ്രോട്ടോണിക്സിൻ്റെ തന്നെ ബ്രാൻഡിലും FM ട്രാൻസ്മിറ്റർ വഴി പ്രവർത്തിക്കുന്ന ബ്ലൂടൂത്ത് ഡിവൈസുകളും അവൈലബിൾ ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓക്സ് ഇൻപുട്ടിൽ കൊടുക്കുന്ന മോഡൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. FM ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ബ്ലൂടൂത്ത് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു നോയ്സ് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനെ അപേക്ഷിച്ച് ഇതിൽ നോയ്സും കാര്യങ്ങളും വളരെ കുറവായിരിക്കും. അതുപോലെ മാർക്കറ്റിൽ ബ്ലൂടൂത്ത് ഡിവൈസുകൾ 125 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നിങ്ങൾ വാങ്ങരുത്. അതൊരു USB പോർട്ടിൽ ഒരു പെൻഡ്രൈവിൻ്റെ വലിപ്പത്തിലുള്ളൊരു മോഡ്യൂളാണ്. അതിൽ സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഓക്സ് കേബിൾ ഇൻപുട്ട് കൊടുക്കുക. അതുവഴി നമുക്ക് സോങ് പ്ലേ ചെയ്യാം. പക്ഷേ അത് ആ ഡിവൈസിൽ നിന്ന് വരുന്ന ഓഡിയോ ക്വാളിറ്റിയും അതിൻ്റെ സ്റ്റീരിയോ സപ്പറേഷനൊക്കെ വളരെ വേസ്റ്റാണ്. നിങ്ങൾ ആ ചെറിയ രൂപയ്ക്ക് അത് വാങ്ങിച്ച് വയ്ക്കുന്നത് ഒരിക്കലും നിങ്ങളത് യൂസ് ചെയ്യരുത്. ഇതുപോലുള്ള ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ പ്രോട്ടോണിക്സോ അങ്ങനെയുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ വാങ്ങിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ വന്നത്, നമ്മൾ ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെയാണ്. അതായത് ഓക്സ് ഇൻപുട്ട് കൊടുത്ത് ഇങ്ങനെ കേബിൾ ഇങ്ങനെ അല്ലായിരുന്നു, ഒരുപാട് ലെങ്ത്തുള്ള കേബിളായിരുന്നു. ഇങ്ങനെ ചുറ്റിയാണ് വരുന്നത്. അതിപ്പോൾ ആ വൃത്തികേടങ്ങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ അകത്തൂടെ എടുത്തിരിക്കുന്നത്. എങ്കിലും ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈ ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ സ്റ്റീരിയോയ്ക്കുള്ളിൽ ഈ കണക്ഷനൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. പിന്നെ ഈ പ്രോട്ടോണിക്സിൻ്റെ ഈ മോഡലിന് നമുക്ക് 2 ഡെഡിക്കേറ്റഡ് ബട്ടണുണ്ട്. ഒരെണ്ണം കോൾ എടുക്കാനും അത് വളരെ യൂസ്ഫുള്ളാണ്. കോളൊക്കെ വന്നാൽ നമുക്ക് ഈ ബട്ടൺ വഴി കോൾ എടുക്കാം. പിന്നെ ഈ ഒരു ബാസ് ബട്ടൺ, അതാണെങ്കിൽ ബാസ് മോഡെന്ന് പറയുന്ന ഒരു മോഡിലേക്ക് പോകും. അതിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടാണ് ഇത് തരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എങ്ങനെയാണ് നീറ്റായിട്ട് നമുക്ക് ഈ കേബിളൊക്കെ സ്റ്റീരിയോയ്ക്കുള്ളിലൂടെ എടുത്ത് ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. സ്റ്റീരിയോ നമുക്ക് ഡാഷ്ബോർഡിൽ നിന്നും ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറോ മറ്റും വെച്ച് പയ്യെ ഒരു സൈഡ് ഇളക്കിയിട്ട് ഇതുപോലെ ലോക്ക് പൊട്ടാത്ത രീതിയിൽ പതിയെ ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിൽ സ്റ്റീരിയോ ഉറപ്പിച്ചിരിക്കുന്ന ഒരു 3 സ്ക്രൂ ഉണ്ട്. അത് 3 റിമൂവ് ചെയ്യണം. സ്റ്റീരിയോയിൽ വന്നിട്ടുള്ള കണക്ടർ ആ ലോക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പയ്യെ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ FM ആൻറ്റിന റിമൂവ് ചെയ്യണം. സ്റ്റീരിയോയുടെ ഫ്രണ്ട് പാനൽ കൂടി തന്നെയാണ് നമ്മുടെ വാർണിംഗ് ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത്. അത് നമുക്കിതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വാർണിംഗ് ലൈറ്റിൻ്റെ സ്വിച്ച് സ്റ്റീരിയോയുടെ ഫ്രണ്ട് പാനലിൽ നിന്ന് ഇളക്കിയെടുക്കാം. ലോക്ക് പ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്താൽ മതി, അത് ഇളകി വരും. നമുക്കിനി സ്റ്റീരിയോ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലാമ്പ് ഇളക്കിയെടുക്കാം. അതിൽ 4 സ്ക്രൂ ആണുള്ളത്. നമുക്ക് 4 സ്ക്രൂവും ഇളക്കിയെടുക്കാം.
ഇനി നമുക്ക് ഫ്രണ്ട് പാനൽ ഇളക്കിയെടുക്കാം. ഫ്രണ്ട് പാനൽ 3 സ്ക്രൂ ആണ് ആ ഫ്രണ്ട് പാനലിലുള്ളത്. ബാക്കി ലോക്കാണ്. ലോക്ക് പൊട്ടാത്ത രീതിയിൽ വളരെ ശ്രദ്ധാപൂർവം തന്നെ ഫ്രണ്ട് പാനൽ നമ്മൾ ഇളക്കിയെടുക്കേണ്ടതുണ്ട്. നോബ് പതുക്കെ ഇളക്കിയെടുക്കാം. അത് പ്രസ് ചെയ്ത് കറക്കിയാണ് ഇളക്കിയെടുക്കേണ്ടത്. ഫ്രണ്ട് പാനൽ ബോർഡ് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഓക്സിൻ്റെ USB-യുടെ 5 വോൾട്ടും എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നമ്മുടെ USB ഓക്സ് ഇൻപുട്ടും വരുന്നത് സെപ്പറേറ്റ് ഒരു ബോർഡിലാണ്. ആ കണക്ടർ സെപ്പറേറ്റ് കണക്ട് ചെയ്താണ് ഇരിക്കുന്നത്. ആ ബോർഡ് ഫ്രണ്ട് പാനലിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് അവിടെ നിന്ന് കണക്ഷൻ എടുക്കുന്നതിനേക്കാളും ആ ട്രാക്ക് ട്രേസ് ചെയ്ത് പാനലിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്കിത് ഇളക്കി ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ബ്രാൻഡഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രാക്ക് 5 വോൾട്ട് ഓക്സ് ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് അത് നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരുന്നുണ്ടോ ഒന്ന് ട്രേസ് ചെയ്ത് നോക്കി നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാം. ഞാനപ്പോൾ ട്രേസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 റെസിസ്റ്റർ കിടക്കുന്നു 0 ohmൻ്റെ. അതാണ് ലെഫ്റ്റ് റൈറ്റ് ഓക്സ് ഇൻപുട്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓക്സ് ഗ്രൗണ്ടുണ്ട്. പിന്നെ വരുന്നത് 5 വോൾട്ടും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എത്ര ക്ലിയറായിട്ട് കാണുന്നുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അതിൻ്റെ ഒരു ഇമേജ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണിക്കാം. ഇനി നമുക്ക് ഈ കേബിള് കട്ട് ചെയ്യണം. ഇത്രയും നീളം ആവശ്യമില്ല. കേബിളിൻ്റെ ലെങ്ത് കുറയ്ക്കണം. എന്നിട്ട് ആവശ്യമായ കേബിൾ മാത്രം നമുക്ക് അകത്ത് കൊണ്ടുപോയി അകത്ത് കണക്ഷൻ കൊടുക്കാം. USB-യുടെ കേബിൾ നമുക്ക് കട്ട് ചെയ്യാം 5 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാൻ. അപ്പോൾ റെഡും ബ്ലാക്കും സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. എന്നാലും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഒന്ന് കൺഫേം ചെയ്യണം. കാര്യം പല USB കേബിളിലും കളർ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പ്ലസും മൈനസും ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ചെക്ക് ചെയ്യാം. പോസിറ്റീവിൽ നമ്മൾ വെച്ചതിന് ശേഷം USB-യുടെ പ്ലസ്സിൽ വെച്ച് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റാണ്, കളർ കോഡ് കറക്റ്റാണ്. അടുത്ത് സ്റ്റീരിയോയുടെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിൽ 3 കളർ കോഡിലാണ് വരുന്നത്, യെല്ലോ, ഗ്രീൻ, വൈറ്റ്. അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കണം. പിന്നെ ലെഫ്റ്റും റൈറ്റും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ഓക്സ് ഇൻപുട്ടിൻ്റെ ആ ജാക്കിൽ നമ്മൾ ഗ്രൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അത് യെല്ലോ ആണ്. അടുത്തത് നമ്മൾ റൈറ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത് റൈറ്റ് ഏതാണെന്നുള്ളത് കിട്ടി. പിന്നെ ഫസ്റ്റ് ലെഫ്റ്റ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് എളുപ്പമെന്ന് കണ്ടുപിടിച്ചത്. ഇനി ഇതേ കളർ കോഡ് വെച്ച് തന്നെ നമുക്ക് ആ മറ്റേ വയറ് ഈ പാനൽ ബോർഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി വൃത്തികേടില്ലാത്ത രീതിയിൽ നമുക്ക് ആ മോഡ്യൂള് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏകദേശം ഈ സൈഡിലായിട്ടാണ് അത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹോൾ ഇടണം, ചെറിയൊരു ഹോൾ ഇടണം. അപ്പോൾ ആ ഹോൾ ഇടുമ്പോൾ വേറെ ലോക്കാവൊന്നും പോവാത്ത രീതിയിലുള്ള പൊസിഷനിലായിരിക്കണം ഹോൾ ഇടേണ്ടത്. ഹോളിട്ടു.
ഈ ഒരു സൈഡിലോട്ടാണ് ഞാൻ ആ ബ്ലൂടൂത്ത് മോഡ്യൂൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു കൊണ്ട് ഇതിൽ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. കോൾ ബട്ടൺ എടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ കൂടെ ഒരു ഇൻക്ലൂഡിങ് മൈക്കുണ്ട്, അതാണ് ആ മുകളിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വോയിസും നല്ല വ്യക്തമായിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാൻ ഈ മോഡ്യൂൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ട്രാക്കൊക്കെ ട്രേസ് ചെയ്തു. ആ ട്രാക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാനൽ ഇളക്കിയത്, അല്ലെങ്കിൽ ഇത് ഇളക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ട്രാക്ക് ട്രേസ് ചെയ്തു. ഇനി നമുക്കിത് തിരിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാനലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കണക്ഷൻ എടുക്കാം. ഇനി ഈ സ്റ്റീരിയോ നമുക്കൊന്ന് ജസ്റ്റ് വച്ച് നോക്കണം. കാര്യം എന്ന് വെച്ചാൽ ഈ വയർ ഏത് വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാം എന്നുള്ള അതിനു വേണ്ടിയാണ് ഇങ്ങനെ വച്ച് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഗ്യാപ്പ് ഉള്ളത് ആ സൈഡ് വഴി ആയിരിക്കണം നമ്മൾ ആ വയർ പുറത്തേക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ സൈഡിലാണ് ഗ്യാപ്പ് കണ്ടുപിടിച്ചത്, അതിലേ നമുക്ക് വയർ കടത്തിവിടാം ഉള്ളിലേക്ക്. നമുക്കിനി വയർ സോൾഡർ ചെയ്യാം. ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് നമുക്ക് ആദ്യം അത് കണക്ഷൻ കൊടുക്കാം. ഓക്സ് ഇൻപുട്ടിൽ തന്നെയാണ് നമ്മൾ ബ്ലൂടൂത്ത് മോഡ്യൂൾ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട്. ഓക്സ് ഇൻപുട്ടിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരു 0 ohm റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അവിടെയായിട്ട് തന്നെയാണ് കണക്ഷൻ കൊടുക്കുന്നത്. ബ്ലൂടൂത്ത് മോഡ്യൂൾ പ്രവർത്തിക്കാൻ ആവശ്യമായ 5 വോൾട്ടാണ് നമ്മൾ പാനലിൽ നിന്ന് കൊടുക്കുന്നത്. ഇത് നമ്മുടെ USB-യിലോട്ട് പോകുന്ന 5 വോൾട്ട് ട്രാക്ക് ട്രേസ് ചെയ്താണ് കൊടുക്കുന്നത്. 5 വോൾട്ടിൻ്റെ ഗ്രൗണ്ടും സോൾഡർ ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് സ്റ്റീരിയോ അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്ലൂടൂത്ത് മോഡ്യൂളിൻ്റെ വയർ ഒരിടത്തും ജാമായി കട്ടാവാതെ നോക്കണം. അപ്പോൾ ഒരു ഗ്യാപ്പ് കണ്ടുപിടിച്ച് അതുവഴിയാണ് നമ്മൾ USB-യുടെ വയർ പുറത്തേക്ക് എടുക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് ഏത് വാഹനത്തിൻ്റെ സ്റ്റീരിയോ ആണെന്ന് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഈ മോഡ്യൂളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 ബട്ടണല്ല, ഞാനിത് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് ഉണ്ട്. അത് നമ്മുടെ നെക്സ്റ്റ് പാട്ടും പ്രിവ്യൂ സോങ്ങും ആക്കാനുള്ളതാണ്. അത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. മോഡ്യൂളിൻ്റെ വയർ നമുക്ക് ടേപ്പോ ടാഗോ അടിച്ച് ഒരു സൈഡിലോട്ട് വയ്ക്കേണ്ടതുണ്ട്. നമ്മുടെ പാനലിൻ്റെ ലോക്കിൻ്റെ അടുത്തൊന്നും വരാതെ സൈഡിലോട്ട് ഒതുക്കി വയ്ക്കണം.